ഹലോ, ഇന്ന് നമ്മൾ ഒരു ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള സ്നിക്കേഴ്സാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നിലക്കടലയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ അരക്കപ്പ് നിലക്കടല പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കട്ടിംഗ് ബോർഡിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഈ അളവ് ഇതേ രീതിയിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സ്നിക്കേഴ്സിന് ചെറിയ ഉപ്പ് രസം നമുക്ക് തോന്നാറില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് കൂടി പോകാൻ പാടില്ല, ഒരു നുള്ളു മാത്രമേ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്. അപ്പോൾ അത് നമുക്ക് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഹണിയാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കണം. അതും ഞാൻ 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ നമ്മുടെ പാകം. നമ്മളിപ്പോൾ ഈ പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് പേപ്പറാണ് വെക്കുന്നത്. ഇതിൻ്റെ അളവിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾ ബട്ടർ പേപ്പറാണ് വെക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് സ്പാച്ചിൽ വെച്ചോ സ്പൂൺ വെച്ചോ കറക്റ്റ് ലെവലാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേ ഹൈറ്റ് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ചോക്ലേറ്റ് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് കപ്പലണ്ടി നമുക്ക് മേലയിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അടുത്ത ലെയർ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര മെഷറിംഗ് കപ്പിൽ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പരത്തി വെച്ച് കൊടുത്താൽ പെട്ടെന്നാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് മിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നമുക്ക് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഇതിപ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിന് പുറമെ നമുക്ക് ചോക്ലേറ്റിൻ്റെ കവറിങ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ചോക്ലേറ്റ് കവർ ചെയ്യാനായിട്ട് ചോക്ലേറ്റിൻ്റെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കുക. രണ്ട് സൈഡും ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബട്ടർ പേപ്പറിൻ്റെ മേലേക്ക് വെക്കാം. ഇപ്പം ഞാൻ ബട്ടർ പേപ്പറിൻ്റെ മേലേക്കൊന്നും വെച്ചിട്ടില്ല, ഒരു പ്ലേറ്റിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാം. നമുക്ക് സ്നിക്കേഴ്സിൻ്റെ മേലൊക്കെ കാണാറില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിപ്പോൾ പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചും കൂടി പെർഫെക്ഷൻ വരുത്താം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.
അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് സ്നിക്കറിൻ്റെ ടേസ്റ്റിൽ തന്നെ കഴിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒറിജിനൽ സ്നിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ആയ പെർഫെക്ഷൻ. ഇനി ഇതിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിത്തിരി വീതിയിൽ കട്ട് ചെയ്തെടുത്തുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആ മെത്തേഡ് തന്നെയാണ് ഇപ്പം ഇതിലും നമുക്ക് ആ 3 ലെയേഴ്സ് കാണാനായിട്ട് പറ്റും. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീട്ടിൽ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒക്കെ അറിയിക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.